ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ കാലാവസ്ഥ വളരെയധികം പ്രതികൂലമായിരുന്നു. ഓണത്തിനൊക്കെ കണ്ട് പച്ചക്കറി കൃഷി ചെയ്ത ഒരുപാട് കർഷകരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേന്ത്രവാഴ കൃഷി, മറ്റു കൃഷികളൊക്കെ ചെയ്ത ഒരുപാട് കർഷകർക്ക് വലിയധികം നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം നാശനഷ്ടം ഉണ്ടാകുമ്പോൾ പല കർഷകരും നമ്മളെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്, കൃഷിഭവനിൽ അതിനെന്തെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുകയോ, ഈ നഷ്ടപരിഹാരം ലഭിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പറയുകയാണ്, ഈ ഒരു നഷ്ടപരിഹാരവും അതുപോലെ ഇൻഷുറൻസും ഒക്കെ കൃഷി വകുപ്പിൻ്റെ സമ്പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മൾ കൃഷിഭവനിൽ നേരിട്ട് അപേക്ഷ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇനിയില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഡിജിറ്റലൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള പോർട്ടലാണ് എയിംസ് എന്നുള്ള ഒരു പോർട്ടലുണ്ട്, എയിംസ് പോർട്ടൽ. ഈ എയിംസ് പോർട്ടലിൽ നമ്മൾ ആദ്യം കർഷകർ രജിസ്റ്റർ ചെയ്ത് വെക്കണം. അവരുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക്, നികുതി ഷീറ്റ്, ഇതൊക്കെ പാട്ടത്തിനാണെങ്കിൽ പാട്ടക്കരാറ് കൊണ്ടുപോയാൽ ഈ കർഷകർക്ക് ഈ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നീട് കൃഷിനാശം വരുന്ന സമയത്ത് കർഷകർക്ക് ഈ ഇപ്പോൾ ഒരു കാറ്റടിച്ചു അല്ലെങ്കിൽ ഒരു അതിശക്തമായിട്ടുള്ള മഴ പെയ്തു വെള്ളം കയറുന്നൊക്കെ സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു വിവരം കൃഷിഭവനിൽ വിളിച്ചറിയിച്ചാൽ മാത്രം മതി. അപ്പോൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ട് ഈ ഒരു കലാമിറ്റി ഉണ്ടായി എന്നുള്ള കാര്യം FIR ആയിട്ട് ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പോലെ ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം. അതത് പഞ്ചായത്തുകളിൽ അവിടുത്തെ കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടാൽ അവരത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഇൻഷൂർ ചെയ്ത കർഷകനാണെങ്കിൽ 15 ദിവസം അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ഈ കലാമിറ്റി. അത് 15 ദിവസം വരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കാൻ നോക്കുക. അതുപോലെ ഇൻഷൂർ ചെയ്യാത്ത കർഷകനാണെങ്കിൽ പ്രകൃതിക്ഷോഭത്തിലും അപേക്ഷ കൊടുക്കാനുള്ള അവസരം ഉണ്ട്. ഇപ്പോൾ ഇൻഷൂർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതാവുമ്പോൾ കോമ്പൻസേഷൻ എമൗണ്ട് കൂടുതലാണ്. ഇപ്പോൾ നേന്ത്രവാഴ കൃഷിയൊക്കെ ആണെങ്കിൽ ഇൻഷൂർ ചെയ്യാൻ 3 രൂപയാണ് ചിലവ് വരുന്നത്. കൊലച്ച വാഴക്കാണെങ്കിൽ കോമ്പൻസേഷനായിട്ട് 300 രൂപയോളം കോമ്പൻസേഷനായിട്ട് കിട്ടും. ഇപ്പോൾ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ ഇൻഷൂർ ചെയ്യാത്തൊരു കർഷകനാണെങ്കിൽ പ്രകൃതിക്ഷോഭത്തിൽ അപേക്ഷിക്കുക. ആ രീതിയിലൊക്കെ അപേക്ഷിക്കുമ്പോൾ ഒരു 100 രൂപയോളമാണ് കോമ്പൻസേഷൻ. അപ്പോൾ കൃത്യമായിട്ട് FIR ഇട്ടാൽ കർഷകന് ഈ കമ്പ്യൂട്ടർ സെൻ്ററുകൾ സന്ദർശിച്ചിട്ട് ഇതിൽ അപേക്ഷ കൊടുക്കാനുള്ള അവസരമുണ്ട്. ഈ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ ലോഗിൻ ഇത് വരും. അവർ കൃത്യമായിട്ട് നിങ്ങളുടെ ഫീൽഡിൽ വന്ന് നോക്കി പരിശോധന നടത്തിയിട്ട് എത്രയാണോ നാശനഷ്ടം എന്നുള്ളത് സ്ഥിരീകരിച്ച് അത് ആ പോർട്ടലിൽ നിങ്ങളുടെ ഒരു ജിയോ ടാഗ്ഡ് ഫോട്ടോയും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. അത് പിന്നീട് സർക്കാരിലോട്ട് പോകും. സർക്കാരിന് ഫണ്ട് അലോട്ട് ചെയ്യുന്ന മുറയ്ക്ക് അത് കർഷകരുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതാണ് കൃഷിനാശം ഉണ്ടാകുമ്പോൾ കർഷകർ ആദ്യം തന്നെ ചെയ്യേണ്ടത്. കൃത്യമായി കൃഷിഭവനിൽ വിളിച്ചറിയിക്കുക. ശേഷം ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ ഈ കൃഷിനാശം ഉണ്ടായ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ കയ്യിൽ കരുതണം, മൊബൈലിൽ കരുതണം. ഈ ഫോട്ടോ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ സേവന കേന്ദ്രത്തിലോ കൊടുത്താൽ അത് അപ്ലോഡ് ചെയ്തിട്ട് അവർ ഇതിനെക്കുറിച്ച് ഒരു അപേക്ഷയായിട്ട് കൊടുക്കും. അത് ബന്ധപ്പെട്ട കൃഷി അസിസ്റ്റൻറ്റിൻ്റെ ലോഗിനിലോട്ട് വരും. അവർ വന്ന് വെരിഫിക്കേഷൻ നടത്തും. കൂടുതൽ എമൗണ്ട് ഉള്ളതാണെങ്കിൽ കൃഷി ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഒക്കെ ഇത് പരിശോധന നടത്താൻ വരുന്നൊരവസ്ഥ ഉണ്ടാവും. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കാര്യം. മിനിമം എത്ര അളവ് വേണം? അത് കൃത്യമായിട്ട് അറിയാൻ ഓരോ വിളകൾക്കും ഓരോ രീതിയിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുന്നതാണ് നല്ലത്. അത് ചില വിളകൾക്കൊക്കെ മിനിമം ഇത്ര ഏരിയയിൽ കൃഷി വേണമെങ്കിൽ മാത്രമേ ഇൻഷൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നെല്ലാണെങ്കിൽ മിനിമം 25 സെൻറ്റെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 25 സെൻറ്റിൽ കുറവാണെങ്കിൽ നെല്ല് ഇൻഷൂർ ചെയ്യാനുള്ള അവസരമല്ല. അതുപോലെ ഓരോ വിളകൾക്കും ഓരോ രീതിയിലാണ് വരുന്നത്. വാഴ എത്രയാണെങ്കിലും ഇൻഷൂർ ചെയ്യാൻ നമുക്ക് പറ്റും. മിനിമം ഒരു 10 വാഴ, അതാണ് ഒരു സെൻറ്റ്, അതാണ് നേന്ത്രവാഴയുടെ കാര്യത്തിൽ പറയുന്നത്. ഒരു 10 വാഴെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷൂർ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് കൃഷി നടപ്പിലാക്കണം. വെറുതെ നമ്മൾ എവിടെയെങ്കിലും വെക്കുന്ന വാഴ ഇൻഷൂർ ചെയ്യാൻ പറ്റൂല. അതിന് നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ ഇൻഷൂർ ചെയ്യാൻ പറ്റും. അത് പാട്ടത്തിനായിട്ട് ചെയ്യുന്ന ആളുകളുടേത് ഈ ഓണറുടെ ഉടമസ്ഥതയുള്ള സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റും അതുപോലെ തന്നെ ഈ സ്ഥലം ഓണറും ഈ കർഷകനും തമ്മിലുള്ള പാട്ടക്കരാർ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ്. ഈ പാട്ടക്കരാർ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ആ പാട്ടക്കരാർ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടും. ഇനി എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ കൃഷിഭവനിലും അത് ലഭ്യമാണ്. ആ പാട്ടക്കരാർ കൃത്യമായിട്ട് പൂരിപ്പിക്കണം. അതിൽ സാക്ഷികളുടെ പേര് എഴുതണം. സാക്ഷികളുടെ പേര് എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൂടി ഉൾപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വീണ്ടും മടക്കി അയക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ കൃത്യമായിട്ട് പാട്ടക്കരാർ ഫില്ല് ചെയ്യുക. അതിൽ സാക്ഷികളുടെ പേരും അഡ്രസ്സും എല്ലാം ഉൾപ്പെടുത്തി പരിപൂർണ്ണമാക്കിയ പാട്ടക്കരാർ മാത്രം അപ്ലോഡ് ചെയ്യും.